നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. എന്തായാലും അതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന പോലെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ 17 അംഗങ്ങളെയും പുറത്താക്കിക്കൊണ്ടായിരുന്നു അന്നത്തെ ജനറൽ ബോഡി തീരുമാനമെടുത്തത്. അതിനു മുമ്പ് അൻസിബ രാജിവെച്ചിരുന്നു. അങ്ങനെ 16 മൊത്തത്തിൽ അംഗങ്ങൾ പിരിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. അത് പിഷാരടി നേതൃത്വം നൽകി, ഗണേഷ് കുമാർ നേതൃത്വം നൽകിയുള്ള 9 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. അതിൽ ഒരാൾ രാജിവെക്കുകയും ചെയ്തു, ആശാ അരവിന്ദ് രാജിവെക്കുകയും ചെയ്തു. പിന്നെ ഇത്ര എണ്ണം വേണമെന്നൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ വാർത്ത ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വേറെ വാർത്ത ചെയ്തിരുന്നു. ഈ പിരിച്ചുവിട്ട ആളുകൾ നീനാക്കുറുപ്പും അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരും താരസംഘടന അമ്മയുടെ ഓഫീസിലേക്ക് എത്തി. അതിൽ ദുരൂഹത ഉണ്ടെന്ന് ഞാൻ വാർത്ത ചെയ്തിരുന്നു. എന്തായാലും പിരിച്ചുവിട്ട് ഇവർ സ്ഥാനത്തിരുന്നവർ എന്തിനാണ് അവിടെ വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അഡ്ഹോക് കമ്മിറ്റിയുടെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ ഒരു കാരണവശാലും ഞങ്ങൾ അറിയിച്ചിട്ട് വന്നതല്ല, ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല എന്ന് പറഞ്ഞു. കൃത്യമാണ്. അങ്ങനെ വന്ന് വാർത്ത വന്നതോടുകൂടി അവർ പെട്ടെന്ന് പോകുന്ന ഒരു സാഹചര്യം, വാർത്ത വന്ന ഉടൻ തന്നെ അവർ പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കമ്മിറ്റിയിലുള്ള അഡ്ഹോക് കമ്മിറ്റിയിലുള്ള 2-3 പേര് അവിടെ എത്തുകയും അവർ മൊത്തം കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വരെ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഇതിൻ്റെ ഔദ്യോഗിക കീ പോസ്റ്റ് എഴുതുന്നവർ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നതാണ്. ഒന്ന് ആലോചിച്ച് വെക്കണം. അത് ശ്വേതാമേനോൻ അമ്മയെന്ന് രാജിവെച്ചു എന്ന് പറയുന്നു. അപ്പോൾ ശ്വേതാമേനോൻ അവിടെ എത്തേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്വേതാമേനോനെ വിളിച്ചാൽ പോയാൽ മതി. പക്ഷേ കുക്കുവൊക്കെ ഇപ്പോഴും സ്ഥാനത്തുണ്ട് എന്നൊരു ഇതാണുള്ളത്. കുക്കു പരമേശ്വരൻ ഇതുവരെ ഈ കമ്മിറ്റിയെ വിളിക്കുകയോ ഇതിൻ്റെ മുന്നിലേക്ക് എത്താനോ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. ഇവരെന്തിനാണ് മാറി നിൽക്കുന്നതെന്നറിയില്ല. ഇവരവിടെ ആരുമില്ലാത്ത സമയത്ത് പോയി, പക്ഷേ കമ്മിറ്റി അംഗങ്ങളുള്ള സമയത്ത് ഇവർ പോയിട്ടുമില്ല. ഇവരെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഇവർ പല ഒഴിവുകൾ പറഞ്ഞ് മാറുന്നു. ഈ കമ്മിറ്റി നേരത്തെ ഉണ്ടായ പിരിച്ചുവിട്ട കമ്മിറ്റിയിലെ അംഗങ്ങൾ പല ഒഴിവുകൾ പറഞ്ഞ് മാറുന്നു. അത് കീ പോസ്റ്റുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റേ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ഒന്ന് വിളിച്ചോന്ന് എനിക്കറിയില്ല. പല ഒഴിവുകൾ പറഞ്ഞ് മാറുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൽ എന്തോ ദുരൂഹത ഉള്ളതുപോലെ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട, അവിടെ CCTV ഉണ്ട്, അവിടെ മെയിലിലെ പാസ്വേഡ് ഉണ്ട്. ഇതൊന്നും ഈ പുതിയ കമ്മിറ്റി അംഗങ്ങൾക്ക് കൈമാറിയിട്ടില്ല. CCTVയുടെ പാസ്വേഡ് ഉണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്ന് കാണണമെങ്കിൽ ഈ കമ്മിറ്റിക്ക്, ഇപ്പോൾ താൽക്കാലികമായി നിയമിച്ച കമ്മിറ്റിക്ക് അതിൻ്റെ പാസ്വേഡ് കൊടുക്കണം. എന്നാൽ അവർക്ക് കാണാൻ പറ്റുള്ളൂ. മെയിൽ ID പാസ്വേഡ് കൊടുക്കണം. ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തത്? അത് അവിടെ ചില ആളുകളുടെ കയ്യിലാണുള്ളത്. അവർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ ഉണ്ണീഷ് ബാലിൻ്റെ അടുത്തായിരുന്നു. ഉണ്ണീഷ് ബാലിനെ മാറ്റി നിർത്തിയോടുകൂടി ഉണ്ണീഷ് ബാൽ തിരിച്ചെല്ലാം ഏൽപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഉള്ള കുക്കു പരമേശ്വരൻ അടുത്താണ്. ശ്വേതാമേനോൻ അന്ന് മുതൽ ചോദിച്ചെങ്കിലും ശ്വേതാമേനോൻ കിട്ടിയിട്ടില്ല എന്ന് അന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുക്കു പരമേശ്വരൻ്റെ കയ്യിലാണ് ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും. പക്ഷേ അത് ഇതുവരെ ഈ താൽക്കാലിക കമ്മിറ്റിയായി ചുമതലയെടുത്ത കമ്മിറ്റി അംഗങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല. അപ്പോൾ ആ അവിടെ മെയിൽ വരുന്നുണ്ട്. മെയിലിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമുണ്ട്. പല മെയിൽ വരും. രാജിക്കത്ത് മെയിൽ അയച്ചവരുണ്ട്. ഇതൊന്നും നോക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇവർ മാറി നിൽക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് അഡ്ഹോക് കമ്മിറ്റിയിലെ മെമ്പർമാരെല്ലാവരും ഒരുമിച്ച് 2 ദിവസത്തിനുള്ളിൽ യോഗം ചേരും. കാരണം ഷാജോണൊക്കെ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചൊരു യോഗം ചേർന്ന് കൃത്യമായി തീരുമാനമുണ്ടാക്കേണ്ട നിലയിലേക്ക് പോകുന്നു. ഇവരെന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയെ സമീപിക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരിക്കും. ഇതിൽ നിന്നും പുറത്താക്കി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കമ്മിറ്റി പിരിച്ചുവിട്ടെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ ആരുമില്ലാത്ത സമയത്ത് 2 പേര് ഓഫീസിലെത്തുകയും ഓഫീസിൽ പോയിരിക്കുകയും പിന്നീട് പോവുകയും ചെയ്തു. അപ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. അമ്മയുടെ മെമ്പർമാർ ഓഫീസിൽ പോകേണ്ടതെന്ന്. അമ്മയുടെ മെമ്പർമാർക്ക് പോകാനുള്ളത് തന്നെ ഓഫീസാണ്. പക്ഷേ ഇവരെ പിരിച്ചുവിട്ട കമ്മിറ്റിയിലെ അംഗങ്ങൾ, കീ പോസ്റ്റിലുള്ള കമ്മിറ്റിയുടെ അംഗങ്ങൾ അവിടെ എത്തുകയും അവരുടെ നിലവിലുണ്ടായിരുന്ന മുകളിലത്തെ നിലയിലെ ക്യാബിനിൽ വരെ ഇരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ കണ്ടിട്ടില്ല. അത് CCTV നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നീട് അവർ താഴെ വന്നിരിക്കുകയാണ് ചെയ്തതെന്ന് കിട്ടുന്ന വിവരം. എന്തായാലും ഇതെല്ലാം കാണണമെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾ കാണണം. ആ CCTV ദൃശ്യങ്ങളിലെ പാസ്വേഡും കാര്യങ്ങളും ഇവർ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോഴത്തെ താൽക്കാലിക കമ്മിറ്റി അംഗങ്ങൾക്ക് ഇതൊന്നും കാണാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ അവിടെ ആര് വരുന്നു, ആര് പോകുന്നു, എന്തെഴുതുന്നു ഒന്നും അറിയാമില്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ താരസംഘടന അമ്മയുടെ ഓഫീസിൽ ഈ 17 പേരെയും പുറത്താക്കിയ സാഹചര്യത്തിൽ അവരവിടെ എത്തണമെങ്കിൽ
എത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി അവിടെ ഫയലുകളുണ്ട്, കണക്കുകളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ പേരിലേക്കാണല്ലോ ഇവിടെ ഏറ്റവും വലിയ വിഷയങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത്തരം ഫയലുകൾ നഷ്ടപ്പെടുമോ, എല്ലാം പൂട്ടി വെച്ചിട്ടുണ്ടോ, അവിടുത്തെ ഓഫീസിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ്, അവിടുത്തെ ക്യാബിൻ്റെ താക്കോൽ, പല ക്യാബിനുണ്ടായിരുന്നു, സെക്രട്ടറിക്കുള്ള ക്യാബിൻ, പ്രസിഡന്റിനുള്ള ക്യാബിൻ, അതോടൊപ്പം തന്നെ താഴെ ഇന്ന് വരെ ഇല്ലാതെ ട്രഷറിനുണ്ടായിരുന്ന ഒരു ക്യാബിനുണ്ട്, ഓഫീസ് റൂമിലെ ചാവിയുണ്ട്. ഈ ചാവിയൊക്കെ, ഈ ക്യാബിൻ്റെയൊക്കെ ചാവി ആരുടെ കയ്യിലാണ്, അതൊന്നും ഈ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അത് ഈ താൽക്കാലിക കമ്മിറ്റി, ഹഡോക് കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. എല്ലാവരും കൂടെ 2 പേര് ഓൺലൈനിൽ വരികയും ബാക്കി എല്ലാവരും ഓഫീസിൽ യോഗം ചേരുകയും ചെയ്തു. എന്നിട്ടും ഇവരെ സമീപിക്കാൻ, ഇവരെ വിളിച്ചു ചോദിച്ച്, ഈ കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു ചോദിച്ച് ഞങ്ങൾ എന്നാണ് വരേണ്ടത്, ഈ കണക്കുകളൊക്കെ എന്നാണ് ഏൽപ്പിക്കേണ്ടത് പോലും ചോദിക്കാൻ ഇവർ തയ്യാറാകാത്തതുകൊണ്ട് വലിയ ദുരൂഹതയുണ്ട്. ഇത് അംഗങ്ങളുടെ ഉള്ളിലും അമർഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം.